പിണറായിയും ടീമും സമ്പൂർണ്ണ വിശ്രമത്തിലേക്ക്. LDF നേതാക്കൾക്ക് ഇനി കുറച്ചു നാളത്തേക്ക് വിശ്രമിക്കാം. കാരണം അവരുടെ ജോലി നന്നായി ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരുമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ റോൾ എടുത്തിരിക്കുന്നത്. പരസ്പരം തമ്മിൽ തല്ലുക, നേതാക്കന്മാർക്കെതിരായി പരസ്യമായി രംഗത്ത് വരിക, സതീശന് അനുകൂലമായി വരിക, സതീശനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരിക. ഇങ്ങനെ പ്രതിപക്ഷം എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയനും കൂട്ടർക്കും സ്വസ്ഥമായി എവിടെങ്കിലും ഇരിക്കാം. ഒരു പ്രസ്താവനയും നടത്തേണ്ടതില്ല. അവർ നടത്തേണ്ട പ്രസ്താവനകളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും KSUക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യേണ്ട ജോലിയാണ്, പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിണറായിയും ടീമും ഇപ്പോൾ സമ്പൂർണ്ണ വിശ്രമത്തിലേക്കാണ്. ഇനി എവിടെ നിന്നാണ് ഈ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഇപ്പോഴത്തെ തുടക്കം? നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ മുഖ്യമന്ത്രി തർക്കം മുതൽ നമുക്കറിയാവുന്നതാണല്ലോ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവർ മത്സരിച്ച് അവസാനം VD സതീശന് നറുക്ക് വീഴുന്നു. അത് പഴയ കഥ. ഇപ്പോൾ എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് പ്ലീഡറുമായി ബന്ധപ്പെട്ട് VD സതീശനും KSUക്കാരും തമ്മിൽ നേർക്കുനേർ വന്നതോടുകൂടിയാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറിക്ക് കാരണം. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് പറയുന്നതിനനുസരിച്ചല്ല പ്ലീഡർ നിയമനമെന്ന് VD സതീശൻ പറഞ്ഞതോടുകൂടിയാണ് ഈ പൊട്ടിത്തെറി ആരംഭിക്കുന്നത്. അതോടുകൂടി VD സതീശന് എതിരായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ആദ്യം സതീശനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തോളമായി അടിപിടി കൊണ്ട് ഇങ്ങനെ വന്നവരാണ്. ഞങ്ങളുടെ കൂടി വിയർപ്പിന്റെ ഫലമായിട്ടാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ടാണ് അലോഷ്യസ് രംഗത്ത് വരുന്നത്. പക്ഷേ അലോഷ്യസിനെ പിന്നീട് സമ്പൂർണമായി തള്ളിക്കളയുന്ന VD സതീശനെയാണ് നമ്മൾ കാണുന്നത്. അലോഷ്യസ് മുഖ്യമന്ത്രിയോട് കൂടിക്കാഴ്ചയ്ക്കൊരു സമയം ചോദിച്ചു, പക്ഷേ അത് നൽകിയില്ല. ഇന്നലെ തേവരയിലെ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ VD സതീശൻ അലോഷ്യസിന് മുഖം കൊടുക്കാതെ പോയി. പിന്നീട് അലോഷ്യസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സർക്കാരിനെ കളങ്കമുണ്ടാക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തിച്ചിട്ടില്ല. ഒരു രാത്രി ഇരുട്ടി വെളുത്തു എന്നതുകൊണ്ടൊന്നും ലോകാവസാനം സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്. നിരന്തരമായി അദ്ദേഹത്തെ കാണാനുള്ള അവസരം KSUണ്ടാകും. കാരണം VD സതീശൻ എൻ്റെ കൂടി നേതാവാണ്. അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നതിന്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. KSUവിനും മറ്റ് പോഷക സംഘടനകൾക്കെല്ലാം അവരുടെ വിമർശനങ്ങൾ പറയാം. ഗവൺമെന്റ് പ്ലീഡറെ നിയമിച്ചിരിക്കുന്നത് സതീശന്റെ അടുപ്പക്കാരനും അദ്ദേഹത്തിന്റെ നാട്ടുകാരനുമായ നിലവിലെ അറ്റോർണി ജനറൽ ആയിട്ടുള്ള അനൂപ് V. നായർ എന്നാണ് ഉയർന്ന പ്രധാന ആരോപണം. അതിൽ OS കോൺഗ്രസ് ആണ് ആ ആരോപണം ഉന്നയിക്കുന്നത്. അനൂപാണ് ഈ പറയുന്ന ശരത്തിനെയും ജിയോണ ജെയിംസിനെയും പ്ലീഡർമാരായി നിയമിച്ചിട്ടുള്ളത്. അതിലെ ശരത്ത് ABVP ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നാണ് KSUവിന്റെ ആരോപണം. ജിയോണ ആകട്ടെ പഴയ SFI നേതാവാണെന്നുള്ള ആരോപണം ഉയർന്നു. ഇങ്ങനെ KSUവും OS കോൺഗ്രസും ഒരു വഴിക്ക് നിന്ന് സതീശനെ ആക്രമിക്കുമ്പോൾ അതാ വരുന്നു മീഡിയയിലെ പാനലിസ്റ്റുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ജോൺ പറയുന്നത്, ഈ കോൺഗ്രസിന്റെ ഒരു പാനലുണ്ടല്ലോ ചർച്ചയ്ക്ക്, ഈ അടുപ്പുകൂട്ടി ചർച്ചയ്ക്ക് ഓരോ പാർട്ടിക്കും ഓരോ പാനലുണ്ടല്ലോ, ആ പാനലിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജിൻഡോ രംഗത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ. 10 കൊല്ലക്കാലം ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലെങ്കിൽ UDFകാരനാണ് എന്നൊക്കെ പറയാൻ ധൈര്യമില്ലാത്ത കുറെ ആളുകൾ അവർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ ആശങ്കയോടെയാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ കോടതി മുറിയിൽ പോകുന്ന ആളുകൾ മറ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളായാൽ കോൺഗ്രസിന്റെയും UDFന്റെയും
രീതികൾ അല്ലെ ആശയങ്ങളായിരിക്കില്ല അവിടെ പ്രതിഫലിപ്പിക്കപ്പെടുക. അതാണ് ഞങ്ങളുടെ ആശങ്ക. പിന്നെ രാഷ്ട്രീയ നിയമനങ്ങളിൽ രാഷ്ട്രീയം തന്നെ മാനദണ്ഡമാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. പക്ഷെ ഇതിലൊന്നും അഭിപ്രായം പറയേണ്ടവരല്ല, അല്ലെങ്കിൽ തീരുമാനം അങ്ങനെ ആലോചിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അവരെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ പിന്നെ അവർക്കൊരു വാലിഡിറ്റി ഇല്ല. അപ്പൊ അവരുടെ ഒരു ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് നിരാശാജനകമാണ്. ജിൻഡോ വായിൽ നിന്ന് നാക്കെടുക്കുന്നതിന് മുൻപായി അതാ ചാടി വീഴുന്നു ഉപദേശവുമായി AP അനിൽകുമാർ. ഇതൊന്നും നല്ല രീതിയല്ല. കാരണം ഇതൊക്കെ DYFIക്കാരുടെ SFIക്കാരുടെ രീതിയാണ്, ഇതൊന്നും നമ്മുടെ രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനിൽകുമാർ ചാടി വീഴുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. പോലെ ഒരു ഭരണവിലാസം സംഘടനകളാക്കി ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഒരിക്കലും കാണാറില്ല. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും, അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതാരായി കഴിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരത് പറയാം. അപ്പോൾ ആ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് അത് ഗൗരവമായിട്ട് എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പരിധിവിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം. അനിൽകുമാറിന്റെ ഊഴം കഴിഞ്ഞപ്പോൾ ഉണ്ട് അതാ വരുന്നു ദീപ്തി മേരി വർഗീസ്. ദീപ്തി പറയുന്നത് KSUക്കാരില്ല എങ്കിൽ VD സതീശനുമില്ല. അപ്പോൾ KSUക്കാരെ ഇത്തരത്തിൽ തഴയാൻ VD സതീശന് എന്താണ് അധികാരം? അദ്ദേഹവും ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഒക്കെ കൂടി വന്ന ആ ട്രാക്കിൽ വന്നയാളല്ലേ. പിന്നെ ഇപ്പോഴെന്താണ് ഈ KSUക്കാർക്കെതിരെ ഇത്ര കലിപ്പ് എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ ചോദ്യം. കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പ്രവർത്തിച്ച് ജയിൽവാസം അനുഭവിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തമായ സമരങ്ങളൊക്കെ നടത്തി വന്ന ഒരു നേതാവിനും കേരള വിദ്യാർത്ഥി യൂണിയനെതിരെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനെ മുഖ്യമന്ത്രിയെ കാണാൻ കാത്തിരുന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഓരോ സമയത്ത് പല എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുമായിരിക്കും. അത് പാർട്ടിയിലെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായി പാർട്ടിക്കെതിരായിട്ടോ സർക്കാരിനെതിരായിട്ടോ ഒന്നും KSUവിന്റെ ഒരു കുട്ടികളും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ദീപ്തി മേരി വർഗീസിന്റെ റോൾ കഴിഞ്ഞപ്പോൾ ഉണ്ട് അടുത്ത ചെസ് നമ്പർ മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ വന്നെന്ന് പറയുകയാണ്, ഇത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയത്, ഇതൊന്നും ശരിയല്ല എന്ന രീതിയിൽ മാത്യു കുഴൽനാടൻ പറയുന്നു. പിന്നീട് ചോദ്യം വന്നപ്പോൾ നോ കമൻസ് എന്ന് പറഞ്ഞ് ഒഴിവാകുന്നതിനപ്പുറത്തേക്ക് കടുത്ത സതീശൻ വിരുദ്ധതയാണ്. ഈ നേരത്തെ പറഞ്ഞ ദീപ്തി മേരി വർഗീസിനെ പോലെ തന്നെ മാത്യു കുഴൽനാടൻ്റെയും വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഐ ആം ലിമിറ്റിംഗ് മൈ കമന്റ്സ്. നോ, പ്ലീസ് നോ കമന്റ്സ് അറ്റ് ദിസ് ടൈം. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഞാൻ ചുരുക്കത്തിൽ ഈ ഗവൺമെന്റ് പ്ലീഡറുമായി ബന്ധപ്പെട്ട് നേർക്കുനേർ KSUവും VD സതീശനും നേർക്കുനേർ വന്നതോടുകൂടിയാണ് ഈ അടിപൊട്ടിയത് മുഴുവൻ. ഇത് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തെ ഗ്രൂപ്പിസം പോലെ തന്നെ തെരുവിലേക്ക് വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ AK ആന്റണി കരുണാകരൻ കാലത്തെ അടി ഓർമ്മയുണ്ടല്ലോ. അന്ന് എന്തെല്ലാം തരത്തിലെ അടിയാണ് നടന്നിട്ടുള്ളത്. അവിടെ തിരുത്തൽവാദി വരുന്നു, A ഗ്രൂപ്പ് വരുന്നു, I ഗ്രൂപ്പ് വരുന്നു, റോഡിൽ കിടന്നടിക്കുന്നു. അങ്ങനെയുള്ള അടിയിലേക്ക് കായികമായി എത്തിയില്ല എങ്കിലും അതിൻ്റെ ഒരു ട്രയൽ റൺ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ കാണാം. കാരണം കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള പരസ്യ വാഗ്വാദങ്ങളൊക്കെ അസാധാരണമാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തെരുവിൽ കിടന്ന് അടിക്കുക എന്നുള്ളതാണ്. ശരത്ചന്ദ്ര പ്രസാദിന്റെ മുണ്ടുരിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അത്തരത്തിൽ കായികമായിട്ടുള്ള അറ്റാക്കാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ പിണറായി വിജയനും സംഘത്തിനും സമ്പൂർണ്ണ റെസ്റ്റ് എടുക്കാം. അവിടെ ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്നതിനെ ചൊല്ലി തർക്കം നടക്കുന്നുണ്ടെങ്കിലും അതവിടെ നടന്നോട്ടെ. പക്ഷേ വലിയൊരു ബാധ്യത, സർക്കാരിനെ ചെറുക്കേണ്ടുന്ന, സർക്കാരിനെ പ്രതിരോധിക്കേണ്ടുന്ന വലിയൊരു ബാധ്യതയിൽ നിന്ന് LDF കൃത്യമായി ഊരി മാറിയിരിക്കുകയാണ്.
തന്നെയാണ്. അവർക്കൊന്നും കാണേണ്ടത് കസേരയിൽ നിന്ന് ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മാത്രം മതി. അവിടെയാണ് അടി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.